അട്ടപ്പാടി വനസുന്ദരി നമ്മുടെ പട്ടാമ്പിയിലും. അട്ടപ്പാടി വനസുന്ദരി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല നമ്മുടെ രാജ്യത്തിനപ്പുറവും കടന്നുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഏറ്റവും പേര് കേട്ടിട്ടുള്ള നമ്മുടെ ആദിവാസികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഭവം നമ്മുടെ ലോകത്തിൻ്റെ തന്നെ വിഭവമായി മാറിയ അട്ടപ്പാടി വനസുന്ദരി നമ്മുടെ പട്ടാമ്പിയിലും. പട്ടാമ്പി ഓണം ഫെസ്റ്റിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പട്ടാമ്പി നഗരസഭയും ചേർന്ന് നടത്തുന്ന ഓണം ഫെസ്റ്റിലാണ് അട്ടപ്പാടി വനസുന്ദരി ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവിടെ വിൽപ്പന ചെയ്യുന്നത്. എത്ര ആയിരം ആളുകൾ വരികയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും നൽകാവുന്ന രീതിയിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ചാലിശ്ശേരി നടന്ന സരസ് മേളയിൽ 10,000-കണക്കിന് ആളുകളാണ് അട്ടപ്പാടി വനസുന്ദരി കഴിച്ചു മടങ്ങിയത്. അവർക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയധികം ആളുകളാണ് അവിടെ വന്നത്. പട്ടാമ്പിയിലും അത് ആസ്വദിച്ച് കഴിക്കാനുള്ള സൗകര്യം പട്ടാമ്പിയിലെ അട്ടപ്പാടിയിൽ നിന്നുള്ള ഒരു ടീം തന്നെ ഈ ഭക്ഷണം ഇന്ത്യയിലെ ലോകമെങ്ങും വിതരണം ചെയ്ത് പരിചയമുള്ള കൈപുണ്യമുള്ള ഒരു കൂട്ടം സ്ത്രീകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ രുചി വൈവിധ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. എല്ലാവർക്കും പട്ടാമ്പി നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് നടത്തുന്ന ഓണം ഫെസ്റ്റിലേക്ക് സ്വാഗതം. അട്ടപ്പാടി വനസുന്ദരി അല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്ന? അട്ടപ്പാടി നിന്നാണോ? അതെയോ? എന്താ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് അട്ടപ്പാടിയിലെ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാറ്. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ കുറച്ച് മേടിക്കാറുള്ളൂ. കുറച്ച് സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് പച്ച കാന്താരി, പച്ച കുരുമുളക്, കോഴിജീര, അതിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കോഴിജീരകമാണ് സ്പെഷ്യൽ. ഇതിന്റെ അതാണ് ഇതിന്റെ ഫേവറേറ്റ് ചെയ്യണം ഞങ്ങള്. അപ്പൊ ഇത് പറഞ്ഞ ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഞങ്ങള് ഉണ്ടാക്കാറ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവരാറുണ്ട്. അത് വെച്ചിട്ടാണ് ഈ വനസുന്ദരി ചിക്കൻ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അതെ. ശരി. ഇതിൽ എന്താണ് ഈ അട്ടപ്പാടി വനസുന്ദരിക്ക് എന്താണ് അതിനൊരു ഇത്ര ഇത് എന്താ പറയാ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേരുള്ളൊരു ഭക്ഷണമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത്രയും പേര് വരാൻ കാരണം? എന്താണ് അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ ഒന്നും ഞങ്ങൾ ഇത് ചേർക്കാറില്ലല്ലോ. ഇതിലേക്ക് അതൊന്നും ചേർക്കാറില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഈ വരുന്ന സാധനങ്ങളൊക്കെ ഇതൊന്നും ഇല്ലാണ്ട് ആകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ചോദിച്ച് മേടിച്ചാണ് കഴിക്കാറ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു വേറൊരു പരിപാടി ഉണ്ടായപ്പോ അവിടെയൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം തികയാത്ത ഒരു അവസ്ഥ. അതെ, ഭക്ഷണം തികയാത്ത ഒരു പൈസ ഉണ്ടാക്കാറ്. ഇപ്പൊ എത്ര ആള് വന്നു കഴിഞ്ഞാലും അവർക്ക് കൊടുക്കാൻ മാത്രമുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പം മുളയരി പായസം ഉണ്ട് സാർ. അട്ടപ്പാടിയിലെ ഫേവറേറ്റ് മുളയരി. മുളയരി പായസം ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ആ മുളയരി ഉണ്ടാകാറ്. ആ മുളയരി കിട്ടുന്നതാണ് ഞങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ട് പായസം വെക്കാറുണ്ട്. അത് ഞങ്ങൾ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുളയരിയാണ്. അങ്ങനെ കിട്ടുന്ന മുളയരി ആ പായസത്തിൽ കൂടുതൽ ആൾക്കാർ ചോദിച്ച് മേടിച്ച് കഴിക്കാറുണ്ട്. ഞങ്ങള് കേരളത്തിൽ പറഞ്ഞ ഡൽഹി വരെ പോയിട്ടുണ്ട്. ഡൽഹി വരെ പോയിട്ടുണ്ട്. ഒരു മാസം അവിടെ പരിപാടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ല മൊത്തം, കേരളത്തിലെ മൊത്തം ജില്ല ആൾക്കാർ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഊര് കോഫി അതുണ്ടോ? ഏത് ആയുർവേദ ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കോഫിയാണ് ഊര് കോഫി. പച്ചമരുന്നുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കോഫി.